ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ന് വീണ്ടും ഞങ്ങൾ ദുബൈയിൽ വന്നിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാ ദൂരത്തുനിന്ന് കാണുന്ന വ്യൂ ആണിത്. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ബുർജ് ഖലീഫ കാണണമെന്ന് വിചാരിച്ചത്. ഞാനിത് ദുബായ് മാളിൻ്റെ എൻട്രൻസിൽ കയറി ഞങ്ങളങ്ങനെ നടന്ന് പോവാണ്. അതിൻ്റെ ബ്യൂട്ടിയൊക്കെ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്തു. കാരണം കൂടുതലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നൊരു തിരക്കിലായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ ഇതാ അതിൻ്റെ അടിപൊളി വാട്ടർഫാളും അതുപോലെ ദുബായ് മാൾ കംപ്ലീറ്റ് ഒന്നും കണ്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ബുർജ് ഖലീഫിൻ്റെ കാണാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസിലേക്ക് കയറി. ഇതാ മക്കളെ ഇരിക്കുന്നു, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്ന ബുർജ് ഖലീഫ. അടിപൊളി വ്യൂ ആയിരുന്നു. നൈറ്റ് സൂപ്പറായിരുന്നു. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ ഇവിടെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. ഞാൻ വീഡിയോസിലാണ് കണ്ടത്. അങ്ങനെ ആ വീഡിയോസിൽ കണ്ട വാട്ടർ ഡാൻസ് ഞങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാണാൻ ഒരുപാട് ജനങ്ങളുണ്ട്. പല രാജ്യത്തുള്ള പല ആൾക്കാരും പല സംസ്കാരമുള്ളവരും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇത് വാട്ടർ ഡാൻസ് തുടങ്ങി. സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് മംസാർ ബീച്ചിൽ വന്ന് കംപ്ലീറ്റ് ഫുഡൊക്കെ നിരത്തി വെച്ച് ഞങ്ങൾ കഴിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും കൂടുതൽ പ്ലാൻ ചെയ്യാതെ ട്രിപ്പ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കാരണം കൂടുതൽ